സോ നെക്സ്റ്റ് വൺ ഇസ് ട്രെല്ലസ് ഡയഗ്രാം. ട്രെല്ലസ് ഡയഗ്രാം വരയ്ക്കാനാണെങ്കിലും നമുക്ക് സ്റ്റേറ്റ് ടേബിൾ വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് എത്ര സ്റ്റേറ്റുകളുണ്ട് ഇവിടെ? S0, S1, S2, S3. ഇവിടെ പിന്നെയും വരുന്നത് റെപ്പറ്റീഷനാണ്. S1 ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പം ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതേ സ്റ്റേറ്റുകൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ യു ഹാവ് ടു റൈറ്റ് S0, S1, S2, S3 and draw lightly horizontal lines and vertical lines. So space കൊടുത്ത് നമ്മൾ vertical lines വരയ്ക്കുക. ലൈറ്റായിട്ട് വരച്ചാൽ മതി. And these are the different instance of time. So ഞാൻ ഇവിടെ എഴുതുന്നു J is equal to 0, J is equal to 1, J is equal to 2, J is equal to 3. ഇത്രയും വരെ സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്ക് എഴുതിയാൽ മതി. കാരണം മുന്നോട്ട് പോകുവാൻ നമുക്ക് ടൈം കിട്ടാറില്ല. സോ അറ്റ്ലീസ്റ്റ് J is equal to 3 വരെയെങ്കിലും നമ്മൾ എഴുതി വെക്കാം. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വസ്റ്റ്യനിൽ അതിന് മാറ്റം വരാം. അപ്പം ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തണം, ട്രെല്ലസ് ഡയഗ്രത്തിന് we are going to be using a solid line for the input is 0 and dashed line for input is 1. എപ്പോഴും ശ്രദ്ധിച്ചോണം, solid line is for 0 and dashed line is for 1. അപ്പം നമ്മൾ ഇനി പിന്നെയും സ്റ്റേറ്റ് ടേബിൾ എടുക്കാം. അഗെയിൻ സീ ദ സ്റ്റേറ്റ്. S0 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എങ്ങോട്ടേക്ക് പോകുന്നു? S0 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അറ്റ് ദിസ് ഫസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം S0 എന്ന് പറഞ്ഞ ആൾ എങ്ങോട്ടേക്ക് പോകുന്നു? S0യിലേക്ക് തന്നെ പോകുന്നു. വെൻ ദി ഇൻപുട്ട് 0. സോ 0 ആയതുകൊണ്ട് വി ഹാവ് ടു യൂസ് വാട്ട്? ഡാഷ്ഡ് ലൈൻ വേണം എടുക്കണം. അപ്പം S0 എന്ന് പറഞ്ഞ ആൾ S0യിലേക്ക് തന്നെ പോകുന്നു. When the input is 0 and the output is equal to what? Output is 0, 0. Clear? ഇനി അതേ അടുത്ത ലൈൻ എടുക്കാം. S0 എന്ന് പറഞ്ഞയാൾ എങ്ങോട്ടേക്ക് പോകുന്നു? S0 എന്ന് പറഞ്ഞയാൾ S1ലേക്ക് പോകുന്നു. When the input is 1. ഇൻപുട്ട് 1 ആകുമ്പം നമ്മൾ എന്താ എടുക്കേണ്ടത്? We have to use a dashed line. So S0 എന്ന് പറഞ്ഞയാൾ S1ലേക്ക് പോകുന്നു. വെൻ ദി ഇൻപുട്ട് ഇസ് 1. ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോളിഡ് ലൈൻ എന്ന് വെച്ചാൽ ഇൻപുട്ട് 0, ഡാഷ് ലൈൻ ഇസ് ഇൻപുട്ട് ഇസ് 1. സോ നമുക്ക് സെപ്പറേറ്റ് എഴുതേണ്ട കാര്യമില്ല. ആൻഡ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് S0 എന്ന് പറഞ്ഞ ആൾ S1ലേക്ക് പോയി. ആൻഡ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ദി ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 1, 1. ക്ലിയർ? ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ. അടുത്ത സ്റ്റെപ്പിൽ നൗ J is equal to 0 ഇൻസ്റ്റൻറ്റ് കഴിഞ്ഞു. J is equal to 1 ഇൻസ്റ്റൻറ്റ്, അതായത് അടുത്ത സെറ്റിന് നമ്മൾ എടുക്കാൻ പോകുന്നു. സോ സെക്കൻഡ് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ J is equal to 1ൽ വി ക്യാൻ സീ ദാറ്റ് ദ പോയിൻറ്റ് ഇസ് അറ്റ് ദീസ് ടു കണ്ടീഷൻസ്. S0യിലും S1ലുമാണ് ആ പോയിൻറ്റ് നിൽക്കുന്നത്. സോ എഗെയിൻ ഏതൊക്കെ പോയിൻറ്റിലാണോ നിൽക്കുന്നത് അവരെ പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതായത് ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേറ്റ് 0, 0, അതായത് S0 ആണെങ്കിൽ അതെങ്ങോട്ടേക്ക് പോകണം? 0, 0യിലേക്ക് തന്നെ പോകണം. അതായത് S0യിലേക്ക് തന്നെ പോകണം. വെൻ ദി ഇൻപുട്ട് 0. അതുകൊണ്ടാണ് ഞാൻ സോളിഡ് ലൈൻ എടുത്തത്. ആൻഡ് ദി ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു വാട്ട്? 0, 0. ക്ലിയർ? ഇനിയിപ്പോൾ എന്നതാ പിന്നെയും ഇതേ ആൾ തന്നെ S0 എന്ന് പറഞ്ഞ ആൾ എങ്ങോട്ടേക്ക് പോകണം? S1ലേക്ക് പോകണം. വെൻ the input is 1, that is why I have used a dashed line, and the output is equal to 1, 1. Clear? And then again ഇപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ ഈ പോയിൻറ്റ് J is equal to 1ൽ S0യുടെ നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പം ആ പോയിൻറ്റിൽ തന്നെ S1ഉം കിടപ്പുണ്ട്. അഗെയിൻ യു ഹാവ് ടു സീ S1 എന്ന് പറഞ്ഞയാൾ നോക്കി. നൗ യുവർ പ്രസൻറ്റ് സ്റ്റേറ്റ് ഇസ് S1 എന്ന് പറഞ്ഞയാൾ എങ്ങോട്ടേക്ക് പോകണം? S2ലേക്ക് പോകണം. വെൻ ദി ഇൻപുട്ട് ഇസ് ഈക്വൽ ടു 0. ഇൻപുട്ട് 0 ആയതുകൊണ്ട് കണ്ടോ, യു ഹാവ് ടു യൂസ് എ സോളിഡ് ലൈൻ. S1 എന്ന് പറഞ്ഞയാൾ S2ലേക്ക് പോകണം. വെൻ ദി ഇൻപുട്ട് ഇസ് 0 ആൻഡ് ദി ഔട്ട്പുട്ട് കറസ്പോണ്ടിംഗ്ലി ഇസ് 1, 0. ക്ലിയർ? ആൻഡ് ദെൻ അഗൈൻ ഇപ്പോൾ നോക്കിക്കേ, S1ൻ്റെ 0 കണ്ടീഷൻ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. S1 എന്ന് പറഞ്ഞ ആൾ 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നു? S3യിലേക്ക് പോകുന്നു. S3 എന്ന് വെച്ചാൽ ഈ പോയിൻ്റാണ് ഓർത്തോണം. S1 എന്ന് പറഞ്ഞയാൾ S3യിലേക്ക് പോകുന്നു. വെൻ ദി ഇൻപുട്ട് ഗിവൺ ഇസ് 1 ആൻഡ് ദി ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 0, 1. ഇനിയിപ്പോൾ അടുത്ത കണ്ടീഷൻ നോക്കി. അപ്പോൾ J is equal to 1ൽ
നമുക്കുണ്ടായിരുന്നത് S0യും S1ഉം ആയിരുന്നു സ്റ്റേറ്റുകൾ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരെ വരച്ചു. ഇനിയിപ്പം G ഈസ് ഈക്വൽ ടു 2-ൽ എവിടെയൊക്കെയാണ് ലൈൻ വന്ന് കിടക്കുന്നതെന്ന് നോക്കിക്കോണം. S0യിൽ കിടപ്പുണ്ട്, S1ൽ കിടപ്പുണ്ട്, S2ൽ കിടപ്പുണ്ട്, S3യിലും കിടപ്പുണ്ട്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് എല്ലാ സ്റ്റേറ്റിലും നമ്മൾ ഇതേപോലെ തന്നെ 0 and 1 എഴുതണം. സോ S0 എന്ന് പറഞ്ഞ ആൾ എങ്ങോട്ടേക്ക് പോകണം? 0യിലേക്ക് തന്നെ, അതായത് 0 S0യിലേക്ക് തന്നെ പോകുന്നു. when the input is 0 and the output is 0 0. അത് ഫ്രം ദിസ് വൺ ആണ്. ആൻഡ് അഗെയിൻ S0 എന്ന് പറഞ്ഞ ആൾ എങ്ങോട്ടേക്ക് പോകണം? S1ലേക്ക് പോകണം when the input is 1. that is why I have used a dash line and the output is 1 1. ഇനിയിപ്പം ഈ പോയിൻറ്റിന് കഴിഞ്ഞു. ഈ പോയിൻറ്റിൻ്റെ 0യും 1 കണ്ടീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്ത ആളെന്താ? S1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എങ്ങോട്ടേക്ക് പോകണം? S1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് S2ലേക്ക് പോകണം when the input is 0 and the output is 1 0. and similarly S1 എന്ന് പറഞ്ഞ ആൾ എങ്ങോട്ടേക്ക് പോകണം? S3യിലേക്ക് പോകണം when the input is 1 and the output is equal to 0 1. തീർന്നില്ല. J is equal to 2-ൽ നമ്മൾ ഈ രണ്ട് കണ്ടീഷനെ നോക്കിയിട്ടുള്ളൂ. ഇനി S2ഉം S3യും നോക്കണം. ഈ S2 എന്ന് പറഞ്ഞ ആൾ എങ്ങോട്ടേക്കൊക്കെ പോകണം? S2 എന്ന് പറഞ്ഞ ആൾ S0യിലേക്ക് പോകണം. where is S0? at the input. S2 എന്ന് പറഞ്ഞ ആൾ S0യിലേക്ക് പോകണം when the input is 0. so 0 input ആയതുകൊണ്ട് you have to use a solid line. S0 is this line. S0യിലേക്ക് പോകണം and the corresponding output is നോക്കിക്കോണം. the output is 1 1. so write it here. and again from S2 it has to move on to which one? S2 എന്ന് പറഞ്ഞ ആൾ S1ലേക്ക് മൂവ് ചെയ്യണം when the input is 1 when the input is 1 and the output is 0 0. അപ്പം ഈ പോർഷൻ കഴിഞ്ഞു. അപ്പം നമ്മൾ S0 S1 S2ൻ്റെ സ്റ്റേറ്റ് നോക്കി. J is equal to 2 ഈ പോയിന്റിലും വന്ന് കിടപ്പുണ്ട്. സോ S3 എന്ന് പറഞ്ഞ ആൾ എന്താ ചെയ്യേണ്ടത്? S3 എന്ന് പറഞ്ഞ ആൾ ഇറ്റ് ഹാസ് ടു ഗോ ടു S2 when the input is equal to 0. അപ്പം S3 എന്ന് പറഞ്ഞ ആൾ S2യിലേക്ക് പോകണം. ഇൻപുട്ട് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you have to use a solid line and the output at that time is equal to what? 0 1. yeah. and then again S3 എന്ന് പറഞ്ഞ ആൾ എങ്ങോട്ടേക്ക് പോകണം? S3യിലേക്ക് തന്നെ പോകണം. S3 എന്ന് പറഞ്ഞ ആൾ S3യിലേക്ക് തന്നെ പോകണം when the input is 1. input 1 ആയതുകൊണ്ട് we have to use a dash line. ഒന്ന് ശ്രദ്ധിച്ചോണം. dash line and the corresponding output is 1 0 and likewise it is continuing.